ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. ഇത്തവണത്തെ IPL കിരീടം സ്വന്തമാക്കിയത് RCB ആണ്. ടീം എഫേർട്ടിന്റെ ഫലമായിക്കൊണ്ടാണ് അവർക്ക് ആ ഒരു കിരീടം നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം RCBയിലെ ഭൂരിഭാഗം താരങ്ങളും മികച്ച പ്രകടനം കഴിഞ്ഞ IPLൽ പുറത്തെടുത്തിരുന്നു. എന്നാൽ തിളങ്ങാൻ സാധിക്കാതെ പോയ താരങ്ങളിൽ ഒരാളാണ് ഇംഗ്ലീഷ് സൂപ്പർ താരമായ ലിയാം ലിവിങ്സ്റ്റൺ. അതായത് കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ 8.75 കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു RCB ലിവിങ്സ്റ്റണെ സ്വന്തമാക്കിയത്. പക്ഷെ അദ്ദേഹം മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അതായത് 10 മത്സരങ്ങൾ കളിച്ച താരം കേവലം 112 റൺസ് മാത്രമാണ് നേടിയിട്ടുള്ളത്. ഒരു അർദ്ധ സെഞ്ചുറി അദ്ദേഹം നേടിയിരുന്നു. അത് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം മോശമാവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലിവിങ്സ്റ്റണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റൂമർ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ താരത്തെ റിലീസ് ചെയ്യുന്ന കാര്യം RCB പരിഗണിക്കുന്നു എന്നാണ് റൂമർ. പക്ഷെ ഒരു അന്തിമ തീരുമാനം ഇതുവരെ RCBയുടെ ബോർഡ് എടുത്തു കഴിഞ്ഞിട്ടില്ല. വരുന്ന നവംബർ മാസത്തിലായിരിക്കും മിക്കവാറും റീടെൻഷൻ ഡെഡ്ലൈൻ വരിക. അതിനു മുൻപ് താരം കളിക്കുന്ന T20 ലീഗ് മത്സരങ്ങളിലെ പ്രകടനം വിലയിരുത്തിക്കൊണ്ടാകും RCB ഒരു അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ താരം ദി 100ൽ കളിക്കുന്നുണ്ട്. അവിടെ ഗംഭീര പ്രകടനമാണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള താരം അതിപ്പോൾ ലിവിങ്സ്റ്റൺ ആണ്. അദ്ദേഹം 4 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 211 റൺസ് അദ്ദേഹം നേടി. ആവറേജ് വരുന്നത് 70.3 ആണ്. 166 ആണ് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത്. കൂടാതെ 4 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട്. അതായത് ആദ്യ മത്സരത്തിൽ റോക്കറ്റ്സിനെതിരെ 30 പന്തുകളിൽ നിന്ന് 39 റൺസ്. അതിനുശേഷം ഇൻവിൻസിബിളിനെതിരെ 27 പന്തുകളിൽ നിന്ന് 69 റൺസ്. അതിനുശേഷം 31 പന്തുകളിൽ നിന്ന് 46 റൺസാണ് ചാർജേഴ്സിനെതിരെ അദ്ദേഹം നേടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സ്പിരിറ്റിനെതിരെ 20 പന്തുകളിൽ നിന്നും 45 റൺസ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ബിർമിംഗ്ഹാമിന് വേണ്ടിയാണ് ഇദ്ദേഹം കളിക്കുന്നത്. അവരുടെ ക്യാപ്റ്റനാണ്. 20 പന്തുകളിൽ നിന്നും 45 റൺസ് ആയിരുന്നു ഏറ്റവും അവസാനമായി നടന്ന മത്സരത്തിൽ ലിവിങ്സ്റ്റൺ നേടിയിരുന്നത്. 5 സിക്സറുകളും 2 ഫോറുകളും അദ്ദേഹം നേടിയിരുന്നു. അവസാനത്തെ 9 പന്തുകളിൽ നിന്നാണ് ഈ 5 സിക്സറുകളും പിറന്നിട്ടുള്ളത്. മാത്രമല്ല മത്സരത്തിൽ അദ്ദേഹം 2 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ദി 100ൽ മികച്ച പ്രകടനമാണ് ലിയാം ലിവിങ്സ്റ്റൺ നടത്തുന്നത്. ഇനിയിപ്പോൾ ഇംഗ്ലണ്ടിന് വേണ്ടി കൂടി അദ്ദേഹം ആ ഒരു മികവ് കാണിക്കേണ്ടതുണ്ട്. എന്നാൽ RCB അദ്ദേഹത്തെ നിലനിർത്തിയേക്കും. അതല്ല ഇനിയും അദ്ദേഹം മോശമാവുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ RCB കൈവിട്ടേക്കും എന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.